ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്രിസ്മസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. SSC വിദ്യാർത്ഥികൾക്ക് IT-യുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടിപൊളി വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നൽകാൻ പോവുകയാണ്. IT മോഡൽ പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസങ്ങളില്ല, IT മെയിൻ എക്സാമിനും ദിവസങ്ങളില്ല. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. നിങ്ങൾക്ക് IT-യുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഞങ്ങൾ തുടക്കം മുതലേ നൽകിക്കൊണ്ടേയിരിക്കും. ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാനുമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. സോ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് ചോദിക്കുന്നത് CE മാർക്കിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന SSCയിലെ മാർക്കിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് പരീക്ഷ മാർക്ക് നിങ്ങളുടെ SSC എക്സാമിൻ്റെ മാർക്കുമായിട്ട് വളരെയധികം അടുത്ത് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എന്ന് മാത്രം. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇനി നിങ്ങളുടെ സ്കൂളിൽ ഇനി വരാൻ പോകുന്ന റിവിഷൻ ക്ലാസ്സുകളെല്ലാം നടക്കുക. മിക്ക സ്കൂളുകളും ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് ഒരു മാനദണ്ഡമായിട്ട് എടുത്തിട്ടാണ് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നൽകുക. നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ, മാർക്ക് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ, അങ്ങനെ A+ ബാച്ച്, B+ ബാച്ച് എന്ന പല ബാച്ചുകളൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് മാറി. ചിലപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഈ ക്രിസ്മസ് പരീക്ഷ അല്പം ഉഴപ്പിപ്പോയി, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ പോവുക. ഇനി അഥവാ നിങ്ങളങ്ങനെ ചെയ്യുന്ന കുട്ടികളൊന്നും അല്ലാന്ന് അറിയാം. ഇനി അഥവാ നിങ്ങൾ കുറച്ച് കോപ്പിയൊക്കെ അടിച്ചിട്ട് കുറച്ചധികം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോകാൻ പോകുന്നത് A+ ബാച്ചുകളിലേക്കൊക്കെ ആയിരിക്കും. നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ അനുസരിച്ച് ക്ലാസ് കിട്ടേണ്ട ആ ബാച്ചിലേക്ക് ആയിരിക്കില്ല. സോ ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക് ഈ രീതിയിൽ ഒന്ന് നിങ്ങളെ ബാധിക്കും. രണ്ട്, ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. SSC പോലൊരു വളരെ പ്രധാനപ്പെട്ട എക്സാം വളരെ അടുത്ത് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ, കുറഞ്ഞാൽ കുറച്ച് കോൺഫിഡൻസ് ബാധിക്കും. പക്ഷേ അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ബാധിച്ചാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് SSC പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയെടുക്കാൻ കഴിയും. ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് ശരിയാണ് നിങ്ങൾക്ക് കുറവാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനുള്ള സമയം ഇപ്പോൾ ഉണ്ട്. ഇനി മുതൽ അങ്ങോട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആ കുറഞ്ഞു പോയതിനെ ഓവർകം ചെയ്ത് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ സഹായങ്ങളുമായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക. താങ്ക് യു.